PC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നലത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. 10ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950-ലാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് എന്ന സ്ഥാപനം നിലവിൽ വന്നത് 2018-ലാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസൂത്രണ കമ്മീഷൻ അല്ലേ? ആസൂത്രണ കമ്മീഷനെയാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. 1946-ൽ KC നിയോഗി അധ്യക്ഷനായി രൂപീകരിക്കപ്പെട്ട അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ഉപദേശക പ്രകാരം 1950 മാർച്ച് 15-ന് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. ഇതൊരു ഭരണഘടനാപരമായ സമിതിയോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ അല്ല, ഉപദേശക സമിതിയാണ്. നിലനിന്നിരുന്ന കാലത്തോളം സാമൂഹ്യ സാമ്പത്തിക വികസനങ്ങളുടെ മുഖ്യ പ്രവർത്തന കേന്ദ്രമായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് ഓർ ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലുള്ള യോജന ഭവനാണ്. ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷനാരായിരുന്നു? പ്രധാനമന്ത്രി. മറ്റംഗങ്ങൾ ഉപാധ്യക്ഷനും കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളുമാണ്. ആസൂത്രണ കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? പദ്ധതികളുടെ തയ്യാറാക്കൽ, നടത്തിപ്പ് എന്നിവ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കി സമർപ്പിക്കുക. ആസൂത്രണ കമ്മീഷൻ്റെ രൂപീകരണത്തിന് ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ദേശീയ ആസൂത്രണ മാതൃകയാണ്? സോവിയറ്റ് യൂണിയൻ. ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതികളിലൂടെ. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നത് ലക്ഷ്യമിടുന്നതാണ് പഞ്ചവത്സര പദ്ധതി. പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാന ചെയർമാൻ ആരായിരുന്നു? നരേന്ദ്രമോദി. പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാന ഡെപ്യൂട്ടി ചെയർമാൻ ആരായിരുന്നു? മൊണ്ടേക് സിംഗ് അലുവാലിയ. ആസൂത്രണ കമ്മീഷൻ്റെ അവസാന മെമ്പർ സെക്രട്ടറി സിന്ധുശ്രീ ഗുള്ളാർ. 2015 ജാനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനമാണ് നീതി ആയോഗ്. പ്ലാനിംഗ് കമ്മീഷൻ്റെ കടമകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രാജ്യത്തിൻ്റെ സമ്പത്തുകളെ ഫലപ്രദമായും തുല്യതയോടും സമഹരിച്ച് വികസന ലക്ഷ്യത്തോടെ ഉപയോഗപ്പെടുത്തുക. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഉപദേശം സ്വീകരിച്ച് അതിനനുസരണമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്വങ്ങൾ നൽകുക. സാമ്പത്തിക വികസന വിരുദ്ധ പ്രവണതകളെ കണ്ടെത്തി സൂചന നൽകുക. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം എന്നായിരുന്നു? 1965. സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിൻ്റെ ആണിക്കൽ എന്നറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. സൂപ്പർ ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ് എന്നറിയപ്പെട്ടിരുന്നതും ഈ ആസൂത്രണ കമ്മീഷനെ തന്നെയായിരുന്നു. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം 2001. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ആദ്യ പ്ലാനിംഗ് കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ CD ദേശ്മുഖ്, VT കൃഷ്ണമാചാരി, GL മേത്ത, RK പാട്ടീൽ. അതുപോലെ നമുക്ക് നീതി ആയോഗിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞു പോവാം. ആസൂത്രണ കമ്മീഷൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് നീതി ആയോഗ് നിലവിൽ വന്ന വർഷം 2015 ജാനുവരി 1. നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ഡൽഹി. നീതി ആയോഗിലെ ഉപാധ്യക്ഷൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി. താൽക്കാലിക അംഗങ്ങളായി നിയമിക്കുന്നത് പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവർ. നീതി ആയോഗിൻ്റെ ഘടന: അധ്യക്ഷൻ, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ. ഉപാധ്യക്ഷൻ, സ്ഥിരം അംഗങ്ങൾ, 4 അനൗദ്യോഗിക അംഗങ്ങൾ, സ്പെഷ്യൽ ഇൻവൈറ്റേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാമേ. മുൻഗണന നൽകേണ്ട ദേശീയ വികസന ലക്ഷ്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാനങ്ങളുടെ സജീവ സഹകരണം നിലനിർത്തിക്കൊണ്ട് വികസന ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരം. കരുത്തുള്ള സംസ്ഥാനങ്ങൾ കരുത്തുള്ള രാജ്യം സൃഷ്ടിക്കുന്നു എന്ന സങ്കല്പത്തോടെ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക. ഗ്രാമീണ തലത്തിൽ ഫലപ്രദമായ വികസന മാർഗരേഖകൾ തയ്യാറാക്കി നടപ്പിലാക്കുകയും അത് ഉയർന്ന തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുക. പ്രത്യേകം പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ രാജ്യഭദ്രതയ്ക്ക് സഹായകമായ വിധത്തിൽ നടപ്പാക്കുക. സാമ്പത്തിക വികസനങ്ങളുടെ തത്ഫലങ്ങൾ ചെന്നെത്താത്ത സാമൂഹ്യ വിഭാഗങ്ങൾക്കുമേൽ
സജീവ ശ്രദ്ധ പതിപ്പിക്കുകയും വികസന സാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്യുക. ദീർഘകാല വികസന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അവയുടെ പുരോഗതി നിരീക്ഷിച്ച് അവ നൽകുന്ന അനുഭവ പാഠങ്ങളിലൂടെ നിർവഹണ ഘട്ടത്തിലെ പിഴവുകൾ തിരുത്തുക. സമാന ചിന്താഗതിയിലുള്ളവരുടെ ഏകോപനത്തിലൂടെയും സഹകരണത്തിലൂടെയും നയപരമായ മുന്നേറ്റത്തിന് സാഹചര്യമൊരുക്കുക. അന്താരാഷ്ട്ര വിദഗ്ധരുടെ സഹകരണത്തോടെ വ്യാവസായിക ഉന്നമനത്തിന് സാഹചര്യമൊരുക്കുക. വികസന അജണ്ട നടപ്പിലാക്കുമ്പോൾ വിഭാഗങ്ങൾ തമ്മിലും ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലും സംഘർഷമുണ്ടാകാതെ ആശയ ഏകീകരണം നടത്തുക. അത്യാധുനിക റിസോഴ്സ് സെന്റർ രൂപീകരിച്ച് നിലനിർത്തുക. പ്രയോജനപ്രദമായതും സർവർക്കും പ്രാപ്യമായതും രീതിയിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കുക. പദ്ധതി നിർവഹണം സജീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയും ആ നിരീക്ഷണ വ്യഗ്രത നിലനിർത്തുകയും ചെയ്യുക. വികസന ആവശ്യങ്ങൾക്കുള്ള അടിസ്ഥാന ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തി വികസന സാധ്യതകളെ പാരമ്യത്തിൽ എത്തിക്കുക. സാങ്കേതിക നവീകരണത്തിലൂടെ വികസന പ്രോഗ്രാമുകൾ യാഥാർത്ഥ്യമാക്കത്തക്ക വിധത്തിൽ മറ്റേതെങ്കിലും നടപടികൾ ആവശ്യമായി വരുന്നുവെങ്കിൽ അവ കണ്ടെത്തി നടപ്പാക്കുക. ദേശീയ വികസന അജണ്ടയും മുകളിൽ സൂചിപ്പിച്ച ലക്ഷ്യങ്ങളും നടപ്പിലാക്കുന്നതിന് ആവശ്യമായ മറ്റു പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക. ഇവയൊക്കെയാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളെ. 12ാമത്തെ ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അവസാനത്തെ ഓപ്ഷനാണ് ആൻസറായിട്ട് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊരു ഷോർട്സ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല ആ വീഡിയോയിൽ തന്നെ കാർഷിക വിപ്ലവങ്ങൾ ഇതുകൂടാണ്ട് തന്നെ ബാക്കി വരുന്ന കാർഷിക വിപ്ലവങ്ങൾ ഏതൊക്കെയാണെന്നും അതെന്തിനെക്കുറിച്ചുള്ളതാണെന്നും ഞാൻ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. 13ാമത്തെ ക്വസ്റ്റ്യൻ 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീ പുരുഷ അനുപാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രഭരണ പ്രദേശങ്ങളെ ക്രമപ്പെടുത്തുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ലാസ്റ്റത്തെ ഓപ്ഷനാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അതായത് 4, 3, 5, 1 ആൻഡ് 2 ഈ ഒരു ക്രമത്തിലാണ് സ്ത്രീ പുരുഷ അനുപാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ശക്തികാന്ത ദാസ്. ഇത് 2023 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു രാജ്യത്തിൻ്റെ പണസംവിധാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാപനമാണ് കേന്ദ്ര ബാങ്ക്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് RBI ആണ്. 1 രൂപ നോട്ട് ഒഴികെ മറ്റ് കറൻസി നോട്ടുകളിൽ ഒപ്പുവെക്കുന്നത് ആരാണ്? RBI ഗവർണറാണ്. 1 രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്നത് ധനകാര്യ സെക്രട്ടറി. RBIയുടെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത്. 1926 റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് പ്രകാരം നിലവിൽ വന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ആരാണ്? സർ CD ദേശ്മുഖ്. ഏറ്റവും കൂടുതൽ കാലം RBIയുടെ ഗവർണറായിരുന്ന വ്യക്തി B രാമറാവു. RBIയുടെ രണ്ടാമത്തെ ഗവർണറാണ് ജെയിംസ് ടെയ്ലർ. ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യ RBI ഗവർണറാണ് ജെയിംസ് ടെയ്ലർ. റിസർവ് ബാങ്ക് ഗവർണർ പദവി വഹിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. RBI ഗവർണറാകുന്ന ആദ്യ RBI ഉദ്യോഗസ്ഥൻ M നരസിംഹം. ഇന്ത്യയിലെ ബാങ്കിംഗ് പരിഷ്കാരങ്ങളുടെ പിതാവ് M നരസിംഹം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ സമയത്തെ RBI ഗവർണർ CD ദേശ്മുഖ്. ഏറ്റവും കുറഞ്ഞ കാലം RBI ഗവർണർ ആയിരുന്നത് അമിതാവ് ഘോഷ്. റിസർവ് ബാങ്കിൻ്റെ നിലവിലെ ഗവർണർ ശക്തികാന്ത ദാസ് 25ാമത്തെ ഗവർണറാണ്. RBIയുടെ 22ാമത്തെ ഗവർണർ ആരായിരുന്നു? ഡോക്ടർ D സുബ്ബറാവു. RBIയുടെ 23ാമത്തെ ഗവർണർ രഘുറാം രാജൻ. രഘുറാം രാജൻ്റെ പ്രധാന പുസ്തകം ഐ ഡു വാട്ട് ഐ ഡു. RBIയുടെ 24ാമത്തെ ഗവർണർ ഊർജിത് പാട്ടേൽ. 25ാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. 15ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് 1, 2 ആൻഡ് 3 ഏതൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം ആൻഡ് ആധുനികവൽക്കരണം. ഇവ 3ഉമാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ. ഒരു രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കണമെന്ന് വിശദമാക്കുന്നതാണ് പദ്ധതി. ഇന്ത്യയിൽ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നത് 5 വർഷ കാലയളവിലായിരുന്നു. അതിനാൽ അവ പഞ്ചവത്സര പദ്ധതി എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സമൂഹത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നത്. എന്തൊക്കെയാണ് ആ ലക്ഷ്യങ്ങൾ? തുല്യത, സ്വാശ്രയത്വം, വളർച്ച, ആധുനികവൽക്കരണം.
ഇതിൽ വളർച്ച എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധനമാണ് വളർച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സമ്പദ്ഘടനയിലെ പ്രാഥമികം, ദ്വിതീയം, തൃതീയം മേഖലകളിലെ ഉൽപ്പന്ന വർധനവിൻ്റെ അടിസ്ഥാനത്തിലാണ് വളർച്ച കണക്കാക്കുന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനം വ്യക്തമായി കാണിക്കുന്ന മേഖലകളാണ് ഏതൊക്കെ? കാർഷിക മേഖല, വ്യാവസായിക മേഖല, ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ, ആശുപത്രികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ഊർജോൽപാദനം, കയറ്റുമതി ഇവയൊക്കെയാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനം വ്യക്തമായി കാണിക്കുന്ന മേഖലകൾ. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സഹായമായതുകൊണ്ടാണ് വളർച്ച ആസൂത്രണത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് ആധുനികവൽക്കരണം. യന്ത്രങ്ങളും സാങ്കേതിക വിദ്യയും വികാസം പ്രാപിച്ചത് ഉൽപ്പാദന വർധനവിലും മനുഷ്യപ്രയത്നത്തിൻ്റെ ലഘൂകരണത്തിനും കാരണമായി. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തലാണ് ആധുനികവൽക്കരണം. ആധുനികവൽക്കരണം ചരക്ക് നീക്കവും യാത്രയും വേഗത്തിലാക്കി. ഇത് സമയലാഭവും അതിലൂടെ സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കി. ആധുനിക വാർത്താവിനിമയ സൗകര്യങ്ങൾ ജീവിത നിലവാരവും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നതിനും ഉപകരിച്ചു. ആധുനികവൽക്കരണം നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോജനപ്പെടുത്തൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള മാറ്റം കൂടിയാണ്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണം, സാമൂഹ്യ സുരക്ഷിതത്വം, പുതിയ സാമൂഹ്യ മാറ്റങ്ങൾ തുടങ്ങിയവയും ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. അടുത്തത് സ്വാശ്രയത്വം. ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത നേടാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനുമാണ് സ്വാശ്രയത്വം ലക്ഷ്യമിടുന്നത്. സാമ്പത്തിക ലാഭവും മനുഷ്യവിഭവശേഷിയുടെ പ്രയോജനപ്പെടുത്തലും ഇതിലൂടെ സാധ്യമാക്കുന്നു. ഭക്ഷ്യധാന്യങ്ങൾക്കായുള്ള വിദേശ ആശ്രയത്വം കൂടുതൽ ദാരിദ്ര്യത്തിന് കാരണമാകുന്നു. അടിസ്ഥാന വ്യവസായങ്ങൾ, ഊർജോൽപാദനം എന്നിവയിലെ സ്വയം പര്യാപ്തത രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകമാകും. അടുത്തത് തുല്യത അല്ലെങ്കിൽ സമത്വം എന്താണെന്ന് നോക്കാമേ. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറുകയും സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം സാധ്യമാവുകയും ചെയ്യുക എന്നതാണ് തുല്യതയുടെ ലക്ഷ്യം. വളർച്ചയും ആധുനികവൽക്കരണവും സ്വാശ്രയത്വവും പൂർണ്ണമായും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ തുല്യത ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ജനാധിപത്യേതര ഗവൺമെൻറ് എന്നാൽ എന്ത്? ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ശരിയായിട്ടുള്ള ആൻസർ അവസാനത്തെ ആൻസറാണ്, ഓപ്ഷൻ ഡി ആണ്. അതായത് 2ഉം 4ഉം എന്നിവ ശരിയാണ്. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. ഭരണാധികാരികൾ നിയമത്തിന് അതീതമായി പ്രവർത്തിക്കുന്നു. ഇവ രണ്ടുമാണ് ജനാധിപത്യേതര ഗവൺമെൻറ്റിന് ശരിയായിട്ടുള്ള ആൻസർ. എന്താണ് ജനാധിപത്യേതര ഗവൺമെൻറ്റും ജനാധിപത്യ ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് നമുക്ക് ജനാധിപത്യേതര ഗവൺമെൻറ് എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണവ്യവസ്ഥ. രാജാവിൻ്റെ അല്ലെങ്കിൽ സുൽത്താൻ്റെ അല്ലെങ്കിൽ പട്ടാള മേധാവിയുടെ ഭരണം ജനാധിപത്യേതര ഗവൺമെൻറ്റിന് ഉദാഹരണമാണ്. ജനാധിപത്യേതര ഭരണവ്യവസ്ഥയുടെ സവിശേഷതകളാണ്: അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നു. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. ഭരണാധികാരി നിയമത്തിന് അതീതനാണ്, കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം. കോടതികൾക്ക് നിയന്ത്രണം. ഇനി ജനാധിപത്യ ഗവൺമെൻറ് എന്താണെന്ന് നോക്കാം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെയാണ് ജനാധിപത്യ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ലോകത്ത് ഭൂരിഭാഗം രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് ജനാധിപത്യ ഭരണക്രമമാണ്. ജനാധിപത്യ ഭരണത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാമേ. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി ഉറപ്പു നൽകുന്നു. ജനാഭിലാഷം മാനിക്കുന്നു. വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു. ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്. ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ജനങ്ങളെല്ലാം സമന്മാരാണ്. അതായത് ജനങ്ങൾക്കിടയിൽ വലിയവരോ ചെറിയവരോ എന്നൊന്നുമില്ല, എല്ലാവരും ഒരുപോലെയാണ്. കൃത്യമായ കാലപരിധിയിൽ തിരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ ഇവയൊക്കെയാണ് ജനാധിപത്യ ഭരണത്തിൻ്റെ മേന്മകൾ. ജനാധിപത്യ ഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണല്ലേ. 17ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. നിയമങ്ങൾ നിർമ്മിക്കുന്നതാണ് നിയമനിർമ്മാണ വിഭാഗം. നിയമങ്ങൾ നടപ്പിലാക്കുന്നത് കാര്യനിർവഹണ വിഭാഗം. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗം. ഇന്ത്യയിലെ ഗവൺമെൻറ്റിൽ ഈ 3 വിഭാഗത്തിലും ഉൾപ്പെടുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. നിയമനിർമ്മാണ വിഭാഗം ആരൊക്കെയാണ്? രാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ. കാര്യനിർവഹണ വിഭാഗം രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഉദ്യോഗസ്ഥ വൃന്ദം, ഉപരാഷ്ട്രപതി, മന്ത്രിസഭ. നീതിന്യായ വിഭാഗം സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ,
കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായും പാലിക്കേണ്ട ഘട്ടങ്ങൾ ക്രമപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 3, 4, 1, 2 ഇതാണ് കറക്റ്റ് ഓർഡർ. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനമാണ് തിരഞ്ഞെടുപ്പ്. ജനാധിപത്യ രാജ്യങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ്. ജനങ്ങൾ നേരിട്ട് അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതി. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ വോട്ട് രേഖപ്പെടുത്തി പ്രതിനിധികളെ കണ്ടെത്തുന്ന രീതിയാണ് പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതി. സ്വാതന്ത്ര്യവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യം മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യവസ്ഥകളാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളൊന്ന് നോക്കാം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കലാണ് ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തേത് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കൽ. 3 നാമനിർദ്ദേശക പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. 4 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ. 5 വോട്ടെടുപ്പ്. 6 വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. 18 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും ജാതി, മത, വർഗ, വർണ്ണ, ഭാഷ, പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് പ്രായപൂർത്തി വോട്ടവകാശം എന്നറിയപ്പെടുന്നത്. ജനാധിപത്യ ഭരണക്രമത്തിൽ പൗരന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് പ്രായപൂർത്തി വോട്ടവകാശം. വോട്ടവകാശത്തിലൂടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ സമ്മതിദായകനാണ്. ഓക്കെ, വോട്ടവകാശത്തിലൂടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നവർ ആരൊക്കെയാണ്? സമ്മതിദായകർ അല്ലെങ്കിൽ ഇലക്ടേഴ്സ് എന്നറിയപ്പെടും. 1950 ജാനുവരി 26 ഭരണഘടന നിലവിൽ വന്നത് മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവും നിലവിൽ വന്നു. വിവിധ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പ്രായപരിധിയും കൂടെ ഒന്ന് പറഞ്ഞു പോകാമേ. രാഷ്ട്രപതി ആക്കി മത്സരിക്കണമെങ്കിൽ 35 വയസ്സാണ് പ്രായപരിധി. ഉപരാഷ്ട്രപതിക്ക് 35. രാജ്യസഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ പ്രായപരിധി 30 ലോകസഭയിലേക്ക് 25. സംസ്ഥാന നിയമസഭയിലേക്ക് 25. നഗരസഭകളിലേക്ക് മത്സരിക്കണമെങ്കിൽ പ്രായപരിധി 21. പഞ്ചായത്ത് ഇലക്ഷന് മത്സരിക്കണമെങ്കിലും 21 പ്രായം. ഇനി നമുക്ക് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രീതികളൊന്ന് നോക്കാം. ഇന്ത്യയിൽ 2 തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് രീതികളാണുള്ളത്. ഒന്ന് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പുമുണ്ട്, പരോക്ഷ തെരഞ്ഞെടുപ്പുമുണ്ട്. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ലോകസഭ, സംസ്ഥാന നിയമസഭ, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെ നമ്മൾ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ് നടത്തുന്നത്. ഇനി പരോക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ ഇവയിലേക്ക് പരോക്ഷ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അങ്ങനെ 2 തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് രീതികളാണ് ഇന്ത്യയിലുള്ളത്, പ്രത്യക്ഷ തെരഞ്ഞെടുപ്പും പരോക്ഷ തെരഞ്ഞെടുപ്പും. ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറച്ച് പോയിന്റ്സ് നോക്കി പോകാമേ. ഇന്ത്യൻ ഭരണഘടന ഒരു സ്വാതന്ത്ര്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. നിലവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 3. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റു 2 കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ, സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇല്ല. ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയമിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തുന്നതും നാമനിർദ്ദേശക പത്രിക സ്വീകരിക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൽ ഉൾപ്പെടുന്നത് ഏവയെന്ന് കണ്ടെത്തുക. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. 2, 3 എന്നിവയാണ് ശരിയായിട്ടുള്ള ആൻസർ. സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശവും അന്യായമായ അറസ്റ്റിൽ നിന്നും സംരക്ഷണം ഇവയൊക്കെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ പ്രതിപാദിക്കുന്നതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാം. സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിന്തയുടെയും ആവിഷ്കാരത്തിൻ്റെയും അവയുടെ പ്രയോഗത്തിൻ്റെയും സ്വാതന്ത്ര്യമാണ്. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം കൊടുത്തേക്കുന്നത്. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ഒരു വകുപ്പിലാണ്, ആർട്ടിക്കിൾ 19 19A എന്ന് പറയുന്നത് സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. 19B എന്ന് പറയുന്നത് നിരായുധരായി സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. 19C സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവത്കരിക്കുന്നതിനുള്ള അവകാശം. 2011 97ാം ഭേദഗതിയിലൂടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളും രൂപീകരിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. 19D എന്ന് പറയുന്നത് ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. 19E ഇന്ത്യയിലെവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. 19G ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായി വ്യവസായം, കച്ചവടം എന്നിവ തുടങ്ങുന്നതിനും
നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. 19F സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യമാണ്. അതുമാത്രമല്ല, ഈ 19F എന്നുള്ള ആർട്ടിക്കിൾ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യമാണെങ്കിലും 44-ാം ഭേദഗതിയിലൂടെ മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്തതാണ്. ആർട്ടിക്കിൾ 20 എന്ന് പറഞ്ഞാൽ കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ്. നോ എക്സ് പോസ്റ്റ് ഫാക്ട് ലോ, മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല. നിലവിലുള്ള നിയമത്തെ ലംഘിക്കുന്ന ആളാണ് കുറ്റവാളി. കുറ്റം ചെയ്യുന്ന സമയത്ത് പ്രാബല്യത്തിലുണ്ടായിരുന്ന നിയമപ്രകാരം ചുമത്താമായിരുന്നതിൽ കൂടുതലായ ശിക്ഷയ്ക്കോ പിഴയ്ക്കോ ആ ആളെ വിധേയനാക്കാൻ പാടുള്ളതല്ല. അടുത്തത് നോ ഡബിൾ ജിയോപാഡി, ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ പ്രോസിക്യൂട്ട് ചെയ്യാനോ ശിക്ഷിക്കുവാനോ പാടില്ല. അടുത്തത് നോ സെൽഫ് ഇൻക്രിമിനേഷൻ, ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങളാണ്. നിയമത്താൽ സ്ഥാപിതമായ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഏതൊരാളുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഹനിക്കാൻ പാടില്ല. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥയിൽ പോലും ഈ അവകാശം അനുവദിക്കുന്നത് തടയാനാവില്ല. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 21. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഈ ആർട്ടിക്കിളിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ്. ഒരു പൗരന് സ്വന്തം ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദവും കൂടിയാണ് ആർട്ടിക്കിൾ 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്ന ഒരു അനുച്ഛേദമാണ്. അടുത്ത ആർട്ടിക്കിൾ 21A എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21A കൊണ്ട് സൂചിപ്പിക്കുന്നത്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്ന് നിഷ്കർഷിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി ഭരണഘടനാ ഭേദഗതിയാണ് 86-ാം ഭരണഘടനാ ഭേദഗതി. അടുത്തത് ആർട്ടിക്കിൾ 22. അന്യായമായ അറസ്റ്റിനും തടങ്കലിൽ വയ്ക്കുന്നതിനുമെതിരായ അവകാശം. അന്യായമായ അറസ്റ്റ് ചെയ്യുന്നതിനും തടങ്കലിൽ വയ്ക്കുന്നതിനുമെതിരെ 22-ാം വകുപ്പ് സംരക്ഷണം ഉറപ്പു നൽകുന്നു. 3 അവകാശങ്ങളാണ് ഇത് ഉറപ്പു നൽകുന്നത്. അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അറസ്റ്റിൻ്റെ കാരണം അറിയാനുള്ള ഒരു അവകാശമുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനുമായി ആലോചിക്കാനും അദ്ദേഹം മുഖേന കേസ് വാദിക്കാനുമുള്ള അവകാശമുണ്ട്. അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വയ്ക്കപ്പെടുന്ന ആളെ 24 മണിക്കൂറിനകം തൊട്ടടുത്ത മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കും. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതും ഈ ഒരു അനുച്ഛേദത്തിലാണ് കേട്ടോ. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 22. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് ഏവയെന്ന് കണ്ടെത്തുക. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 4 എന്നിവയാണ് ശരി. PSC ഉത്തരസൂചിക പ്രകാരമാണ് 1, 4 ശരിയായിട്ടുള്ളത്. കാരണം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ അനുച്ഛേദങ്ങൾ 395 ആയിരുന്നേ. 395 അനുച്ഛേദങ്ങൾ 8 പട്ടികകളായിട്ട് 22 ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PSC ഉത്തരസൂചിക പ്രകാരം എപ്പോഴും അനുച്ഛേദങ്ങൾ 395ഉം 22 ഭാഗങ്ങളുമാണ്. 395 അനുച്ഛേദങ്ങൾ 8 പട്ടികകളായിട്ട് 22 ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ ഇന്ത്യൻ ഭരണഘടനയിൽ 470 അനുച്ഛേദങ്ങൾ 12 പട്ടികകളിൽ 25 ഭാഗങ്ങളിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിൽ ഭരണഘടനാ ഭേദഗതികൾ എത്രയാണെന്ന് ചോദിച്ചാൽ 106 ആണ്. അപ്പോൾ എപ്പോഴും വരുമ്പോൾ PSCയുടെ ഉത്തരസൂചിക പ്രകാരം എപ്പോഴും 395 അനുച്ഛേദങ്ങളാണ് 8 പട്ടികകൾ 22 ഭാഗങ്ങളിലായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ നിലവിൽ എത്രയാണ്? 470 അനുച്ഛേദങ്ങൾ 12 പട്ടികകളായിട്ട് 25 ഭാഗങ്ങളിലായിട്ടാണ് നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 10 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും മറ്റു ഓപ്ഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് തന്നെ പോയിട്ടുണ്ട്. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.